വാർത്തകൾ തുടരുന്നു. അമരമ്പലം പഞ്ചായത്തിലെ പാട്ടക്കരിമ്പിൽ വീണ്ടും പുലിയിറങ്ങി. പുലിയുടെ ആക്രമണത്തിൽ 5 ആടുകൾ കൊല്ലപ്പെട്ടു. മേഖലയിൽ 2 മാസങ്ങൾക്കിടയിൽ 5 തവണ പുലിയിറങ്ങി. ന്യൂ അമരമ്പലം സംരക്ഷിത വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് പുലിയുടെ ആക്രമണം വീണ്ടും ശക്തമായിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ പാട്ടക്കരിമ്പ് അയനിക്കാടൻ കമറുദ്ദീൻ്റെ ഭാര്യ അസ്മാബിയുടെ 5 ആടുകളെ പുലി കടിച്ചു കൊന്നിരുന്നു. വേലാൻ്റെ എസ്റ്റേറ്റിൻ്റെ അടുത്ത് തീറ്റിയായിരുന്നു. അപ്പം ലോണൊക്കെ എടുത്തുകൊണ്ട് വാങ്ങിയതാണ്. 6 ഉണ്ടായിനി. അതിൽ 5 പിടിച്ചു. 1 ഓടിച്ച് അതിന് മുറിയായിട്ടുണ്ട്. മറ്റേ 5 കാട്ടുകൂടെ ഓടി. പിന്നെ തിരയാൻ രാത്രി ആയതുകൊണ്ട് പറ്റിയില്ല. പിന്നെ രാവിലെയാണ് പോയി നോക്കിയപ്പോൾ ചത്തെടുക്കുന്നത് 5 കണ്ടത്. പാട്ടക്കരിമ്പ് മെറിലാൻഡ് എസ്റ്റേറ്റിന് സമീപം മേയുന്നതിനിടയിലാണ് ആട്ടിൻകൂട്ടത്തിന് നേരെ ആക്രമണമുണ്ടായത്. പുലിയുടെ ആക്രമണത്തിൽ ഒരാടിന് പരിക്കേറ്റിട്ടുണ്ട്. സമീപവാസിയായ മോഴേക്കോടൻ ചന്ദ്രന്റെ പുരയിടത്തിലെ തൊഴുത്തിലുണ്ടായിരുന്ന പശുവിനെ ഞായറാഴ്ച രാത്രി പുലി മാന്തി പരിക്കേൽപ്പിച്ചു. പാട്ടക്കരിമ്പ് കോളനിയിലെ കളിമുറ്റത്ത് ഗോപാലൻ, പാട്ടക്കരിമ്പ് ആലാൻ ഖാദർ എന്നിവരുടെ പശുക്കൾക്ക് നേരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണമുണ്ടായി. ഇവയ്ക്കും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ആക്രമിച്ച് കൊന്ന മൃഗങ്ങളെ കാട്ടിനുള്ളിൽ വലിച്ചിഴിച്ചു കൊണ്ടുപോയതായി പ്രദേശവാസിയായ PT കുഞ്ഞാൻ പറഞ്ഞു. 1-ലധികം പുലികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ന്യൂ അമരമ്പലം സംരക്ഷിത വനമേഖലയ്ക്കുള്ളിലെ പാട്ടക്കരിമ്പ് ആദിവാസി കോളനിയും പുലിയുടെ ആക്രമണ ഭീഷണിയിലാണ്. പ്രാക്തന ഗോത്രവിഭാഗത്തിലുൾപ്പെടുന്ന 60ഓളം കാട്ടുനായക്ക കുടുംബങ്ങളാണ് കോളനിയിലുള്ളത്. പുലിയുടെ ആക്രമണം തുടർക്കഥയായതോടെ മലയോരത്തെ പ്രധാന വരുമാന മാർഗമായ മൃഗസംരക്ഷണവും പ്രതിസന്ധിയിലായിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങളിൽ നിന്നുൾപ്പെടെ വായ്പകൾ എടുത്താണ് ഭൂരിഭാഗം പേരും വളർത്തുമൃഗങ്ങളെ വാങ്ങിയിട്ടുള്ളത്. ഉപജീവന മാർഗം നിലച്ചതിനു പുറമെ കടബാധ്യതയും ഇവരെ ദുരിതത്തിലാക്കുന്നുണ്ട്. പുള്ളിപ്പുലി വിഭാഗത്തിൽപ്പെട്ട വന്യമൃഗമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന എന്ന് ചക്കിക്കുഴി ഡെപ്യൂട്ടി ഡേഞ്ചർ M മോഹൻദാസ് പറഞ്ഞു. DFO ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മലയോര മേഖല ആനയിറങ്ങൽ ഭീഷണിക്ക് പുറമെ പുലിയിറങ്ങൽ ഭീഷണിയിൽ. എന്നാൽ മൃഗസംരക്ഷണം മാത്രം നോക്കി നടത്തുന്ന വനം വകുപ്പ് പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും പുല്ലുവിലയാണ് കൽപ്പിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. അമരമ്പലം, ചോക്കാട്, കരളായി പഞ്ചായത്തുകളിലാണ് കാട്ടാനയ്ക്ക് പുറമെ പുലിയും കർഷകരുടെ ഉറക്കം കെടുത്തുന്നത്. പ്രദേശവാസികളുടെയും വളർത്തുമൃഗങ്ങൾക്കും ജീവന ഭീഷണിയായി പുലി ഇറങ്ങിയതോടെ ഇരുട്ടായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ തന്നെ വയ്യാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 3 പഞ്ചായത്തുകളിലായി 1 ഡസനിലേറെ തവണയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി വ്യാപക കൃഷിനാശം വിതച്ചത്. ഇതിന് പിന്നാലെയാണ് രാപകൽ വ്യത്യാസം കൂടാതെ ജനങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും ജീവന് തന്നെ ഭീഷണിയായി അമരമ്പലം പഞ്ചായത്തിലെ TK കോളനി, കവളമുക്കട്ട, പാട്ടക്കരിമ്പ് ഭാഗങ്ങളിൽ 5 തവണ പുലി ഇറങ്ങിയത്. നവംബർ മാസം 3-ാം തീയതി കവളമുക്കട്ടയിലെ സൊസൈറ്റി പടിക്ക് സമീപം പുലർച്ചെ ഇറങ്ങിയ പുലി കൈപ്പനശ്ശേരി നാസറിന്റെ 4 മാസം പ്രായമായ പശുക്കിടാവിനെ കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഇവിടെ പുലിയെ കണ്ട ഏക വ്യക്തി നാസറാണ്. പിന്നീട് TK കോളനിയിലും പാട്ടക്കരിമ്പിലും നിരവധി തവണ ഇറങ്ങിയ പുലി 20ഓളം വളർത്തുമൃഗങ്ങളെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വനം വകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും തണുപ്പൻ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ കർഷകർക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 15-ാം തീയതി പുലർച്ചെ 2:30 കവളമുക്കട്ടയിലെ ജനവാസ കേന്ദ്രത്തിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലിറങ്ങിയ 2 കാട്ടാനകൾ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് ചരിഞ്ഞിരുന്നു. എന്നാൽ പ്രതിയെ പിടികൂടുന്നതിനും തുടർ നടപടികളിലും വനം വകുപ്പ് പെട്ടെന്ന് തന്നെ കൈക്കൊണ്ടുവന്നു. വന്യമൃഗങ്ങളിൽ നിന്നും പ്രദേശവാസികളുടെ സ്വത്തിന് സംരക്ഷണം നൽകാമെന്ന് വനം വകുപ്പ് പറഞ്ഞിരുന്നുവെങ്കിലും ഇത്തരം പ്രവൃത്തികൾക്ക് വേണ്ടത്ര രീതിയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പൂർത്തിയാകട്ടെ വേണ്ടത്ര ഫലപ്രദവുമില്ല. വനം വകുപ്പിന്റെ ഈ നിലപാടാണ് പ്രദേശവാസികളിൽ അഭിപ്രായ വ്യത്യാസത്തിന് ഇടയാക്കിയിരിക്കുന്നത്. കരുളായി പഞ്ചായത്തിലെ വാരിക്കലിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. അത്യുഗ്ര വിഷമുള്ള രാജവെമ്പാലയെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് പിടികൂടിയത്. വനാതിർത്തി ഗ്രാമമായ കരുളായി പഞ്ചായത്തിലെ വാരിക്കലിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ പുഴയോരത്തോട് ചേർന്നുള്ള പടർപ്പുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലാണ് രാജവെമ്പാലയെ കാണപ്പെട്ടത്. ഏഷ്യ പസഫിക് മേഖലയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിപ്പം കൂടിയ വിഷമുള്ള പാമ്പുകളുടെ വിഭാഗത്തിൽ പെടുന്നവയാണ് രാജവെമ്പാല. സാധാരണ ഇത്തരം പാമ്പുകൾക്ക് 3 മീറ്റർ മുതൽ 13 മീറ്റർ വരെ നീളം ഉണ്ടാവും. വാരിക്കലിലെ വാസ്കോ ഫാമിന് സമീപത്തു നിന്നും നാട്ടുകാരായ മുബഷിർ, KP മുജീബ്, K റിയാസ്, KP അബ്ദുറഹ്മാൻ, റംഷീദ്, ജസീം എന്നിവർ പിടികൂടിയ രാജവെമ്പാലയെ നെടുങ്കയം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ TP മുഹമ്മദിന് കൈമാറി. തുടർന്ന് ഫോറസ്റ്റ് അധികൃതർ ചെറുപുഴ ചെക്ക് പോസ്റ്റിന് സമീപത്തെ ഉൾക്കാടുകളിൽ പാമ്പിനെ വിട്ടയച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ഗ്രാമിന് 2700 രൂപ,
പവന് 21,600 രൂപ, വെള്ളി ഗ്രാമിന് 57 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. പ്രധാന വാർത്തകൾ വീണ്ടും. മാവോയിസ്റ്റുകളുടെ ഭാരത് ബന്ധും ബാബറി മസ്ജിദ് ദിനവും അടുത്തതോടെ സുരക്ഷാ നടപടിയുടെ ഭാഗമായി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷാ നടപടികൾ കർശനമാക്കി. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മലയോര മേഖലയിലെ മിക്ക പഞ്ചായത്തുകളിലും അറവുശാലയില്ല. ഉള്ള പഞ്ചായത്തുകളിലാവട്ടെ ഭൂരിഭാഗവും പ്രവർത്തിക്കാത്തവയും. മേഖലയിൽ ശാസ്ത്രീയ അറവുശാലകൾ വേണമെന്ന ആവശ്യം ശക്തമാവുന്നു. അമരമല പഞ്ചായത്തിലെ പാട്ടക്കരമ്പിൽ വീണ്ടും പുലിയിറങ്ങി. മലയോര മേഖല ആനപ്പേടിക്കൊപ്പം പുലിപ്പേടിയിലും. വനം വകുപ്പ് മൃഗങ്ങൾക്ക് നൽകുന്ന പരിഗണന പോലും പ്രദേശവാസികൾക്കും സ്വത്തിനും നൽകുന്നില്ലെന്ന് ആക്ഷേപം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.